2024 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം 4ാം തവണയാണ് NDA മുന്നണി വൻ വിജയത്തിലേക്ക് കുതിക്കുന്നത്. ബീഹാറിൽ ഉണ്ടായ വിജയം ഒരു രാഷ്ട്രത്തിൻ്റെ മുഴുവൻ വിജയമായിട്ടാണ് BJP ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഹരിയാനയിൽ ഭരണ തുടർച്ച, മഹാരാഷ്ട്രയിലെ ശിവസേനയെ വശത്താക്കിയുള്ള ഭരണം, അങ്ങനെ എന്തുകൊണ്ടും BJP കുതിക്കുന്ന ഒരു കാഴ്ചയാണ്. നരേന്ദ്രമോദി സൂപ്പർ ഹിറ്റായി തീരുകയും ചെയ്തു. ഒരു സമയം വരെ ചിലരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ 75-ൽ വിരമിക്കും എന്നുള്ളത്. 75 എന്ന സംഖ്യയെ പിടിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യ മുന്നണിയിൽ തന്നെ ചിലരൊക്കെ, അതായത് അരവിന്ദ് കെജ്രിവാളും മമതാ ബാനർജിയുമാണത് പ്രധാനമായിട്ടും ഉന്നയിച്ചു കൊണ്ടുവന്നത്. അവരൊക്കെ ആ മുന്നണിയിൽ നിന്ന് തന്നെ പുറത്തു പോയിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി തന്നെ ശിഥിലമായി തീർന്നിരിക്കുകയാണ്. കോൺഗ്രസിന് ബീഹാറിലുണ്ടായത് നാണം കെട്ട പരാജയമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ്. ഒരു കാലത്ത് ബീഹാർ കോൺഗ്രസിൻ്റെ കോട്ട കൊത്തളമായിരുന്നു. അവിടെയാണിപ്പോൾ വൻ വീഴ്ച പറ്റിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആ ആഘോഷത്തിമിർപ്പിൽ നരേന്ദ്രമോദി പറഞ്ഞത് കേരളത്തിലടക്കം ഊർജമാകും എന്നാണ്. ബീഹാറിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു വിജയവും ആവേശവും കേരളത്തിലേക്ക് പടരുമെന്നും കേരളത്തിലെ പ്രവർത്തകർക്കൊക്കെ തന്നെ ഇതൊരു ഊർജമായി മാറുമെന്നുമാണ് മോദിജിയുടെ വാക്കുകൾ. മോദിയുടെ വാക്കുകൾ തന്നെ ഏതാണ്ട് ഒരു വലിയ ആവേശത്തോടു കൂടിയാണ് കേരളം ഏറ്റെടുത്തിരിക്കുന്നത്. ബീഹാറിലെ ഫലപ്രഖ്യാപനം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് BJPയുടെ ആസ്ഥാന കേന്ദ്രമായ മാരാർജി ഭവനിലും മുൻപ് ഒരു കാലത്തും മറ്റ് സംസ്ഥാനങ്ങളിൽ വിജയത്തോടടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘോഷങ്ങൾ ഇല്ലാതിരുന്ന ഇവിടം ആഘോഷിച്ചു. എന്തുകൊണ്ട്? കേരളത്തിലേക്ക് BJP പടർന്നു പന്തലിക്കാൻ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിക്കെതിരെ തന്നെ പറയുകയുണ്ടായി, അദ്ദേഹം ഒരു നെഗറ്റീവാണ്. പാർട്ടിയിൽ അല്പമെങ്കിലും പോസിറ്റീവായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ കൂടി നെഗറ്റീവാക്കി മാറ്റുന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ എന്നാണ് പറയുന്നത്. എന്തായാലും അത് വളരെ കൃത്യമായ കാര്യമാണ്. കാരണം കോൺഗ്രസിനകത്ത് ശശി തരൂരിനെ പോലുള്ള ചില പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെയും കൂടി നെഗറ്റീവ് ആക്കാനുള്ള ഒരു ശ്രമമാണ് രാഹുൽ ഗാന്ധി നടക്കുന്നത്. അപ്പോൾ എന്തായാലും വോട്ടുകൊള്ള ആരോപണം, വോട്ടർ അധികാർ യാത്ര ഒന്നും തന്നെ ബീഹാറിൽ ഏശിയില്ല എന്നുള്ളതാണ്. ഇതൊക്കെ നിതീഷ് കുമാറിന്റെ ഒരു വികസന കുതിപ്പ് കൂടിയാണ് കാണിച്ചിരിക്കുന്നത്. ആ വികസന കുതിപ്പ് ഇനിയും BJPയും കൂടെ ആയിട്ട് ചേർന്ന് കഴിയുമ്പോൾ ബീഹാറിനൊരു ഇരട്ട എഞ്ചിൻ പവറാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ബീഹാറിനൊരു വലിയ വികസന കുതിപ്പിലേക്ക് മാറും എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ, മഹാരാഷ്ട്രയെ പോലെയോ കേരളത്തെ പോലെയോ തമിഴ്നാടിനെ പോലെയോ ഒക്കെ ഉയരത്തിലേക്ക് എത്തിയിട്ടില്ല ബീഹാർ. അവിടെ ഇപ്പോഴും സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ട് ശൗചാലയം പോലും ഇല്ലാതിരുന്ന ഒരു കാലത്തിലൂടെയാണ് അവർ കടന്നു വന്നത്. 2014 നരേന്ദ്രമോദി അധികാരത്തിലേറ്റതിന് ശേഷമാണ് അവിടെ ബീഹാർ പോലുള്ള ചില സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പൂർണ്ണമായും ശൗചാലയത്തിലേക്ക് വന്നു. സ്ത്രീകൾക്കൊക്കെ തന്നെ അതായത് ഗ്യാസ് സൗകര്യം എത്തിക്കുന്നു. അപ്പോൾ ഈ അടുപ്പിൽ ഊതി ഊതി അവരുടെ ശ്വാസകോശങ്ങൾക്ക് കുഴപ്പം സംഭവിക്കാത്ത രീതിയിലേക്ക്, അവരുടെ ആരോഗ്യ സംരക്ഷണത്തിലേക്ക്, അവരുടെ തൊഴിൽ സംരക്ഷണത്തിലേക്ക് ഒക്കെ അവിടുത്തെ ജനനായകനായ നിതീഷ് കുമാർ മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എതിരാളികൾ അദ്ദേഹത്തിന്റെ ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞു നോക്കി തളർത്താനായിട്ട്. അദ്ദേഹത്തെ അല്ല, വോട്ട് ചെയ്യാൻ പോകുന്നവരെ അതിൽ നിന്ന് മാറ്റി ചിന്തിപ്പിക്കാൻ വേണ്ടി നോക്കി. പക്ഷേ അവിടെയും ഏശിയില്ല എന്നുള്ളതാണ്. കാരണം അവിടുത്തെ ജനങ്ങൾ ഇരുട്ടിൽ നിന്നും മോചനം നേടി വന്നത് നിതീഷ് കുമാറിന്റെ കാലത്താണ്.
അതൊക്കെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ BJPയുടെ പിൻബലം കൂടി ഉള്ളപ്പോൾ ഇനിയും വികസന കുതിപ്പുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. ഈ ബീഹാറിലെ ഇടത് പാർട്ടികളെല്ലാം തന്നെ നിലം പരിശായി തീർന്നിരിക്കുകയാണ്. CPI അവിടെ സംപൂജ്യരായി തീർന്നു. CPI MLകാർക്ക് അവിടെ കഴിഞ്ഞ തവണ 11 സീറ്റ് വരെ ഉണ്ടായിരുന്നതാണ്. ഇക്കുറി 2 സീറ്റിൽ അവർ ഒതുങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. വിജയിച്ചതിൽ CPMന്റെ സിറ്റിംഗ് MLA ആയ അജയ് കുമാർ 10,281 വോട്ടുകൾക്ക് JDUവിന്റെ രവീണ ഘുഷ്കയെയാണ് തോൽപ്പിച്ചത്. CPIML സ്ഥാനാർത്ഥികളായിട്ട് ഉള്ള 2 പേർ മാത്രമാണ് വിജയിച്ചത്. അപ്പോൾ ഇടതുപക്ഷത്തിനൊക്കെ തന്നെ അവിടെ വലിയൊരു പരാജയമാണ് സംഭവിച്ചത്. CPMനും CPIക്കും CPIMLനും സംഭവിച്ചത് അത് തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് ബീഹാർ നൽകുന്ന ഒരു പാഠം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്കൊന്നും യാതൊരു വിലയും ഇല്ല. രാഹുൽ ഗാന്ധി ഇന്ത്യ ഭരിക്കാനല്ല, ഒരു സംസ്ഥാനം ഭരിക്കാനുള്ള യോഗ്യത പോലും ഇല്ല എന്നുകൂടിയാണ് തെളിഞ്ഞിരിക്കുന്നത്. ഒരു സംസ്ഥാനത്ത് നിറഞ്ഞു നിന്നാടാൻ നോക്കി നരേന്ദ്രമോദിക്കെതിരെയും BJPക്കെതിരെയും വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിറങ്ങിയ രാഹുൽ ഗാന്ധിക്ക് 8 നിലയിൽ പൊട്ടിത്തെറിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് മാറിയത്. ജനങ്ങൾ അത് കൈയൊഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്ന കാര്യം കേരളത്തിൽ നടപ്പിലാകാൻ പോവുകയാണ്. കേരളത്തിലടക്കം ഊർജമാകും. കേരളത്തിലടക്കം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മെയ് മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനം ബംഗാൾ, അസം, പോണ്ടിച്ചേരി, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലാണ്. അതിൽ കേരളത്തിലടക്കം എന്ന് പറഞ്ഞിരിക്കുന്നത് ബംഗാളിനെ എടുത്തു പറയുന്നുണ്ട്. കാരണം ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ആണ്. അവിടെ തൃണമൂലിനോട് എതിരിടാൻ പറ്റിയത് ഇപ്പോൾ BJP മാത്രമാണ് നിൽക്കുന്നത്, നേർക്ക് നേർ നിൽക്കുന്നത്. കോൺഗ്രസും CPMും ഒക്കെ അവിടെ നിലംപരിശായി കഴിഞ്ഞതാണ്. മേൽവിലാസം പോലും നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ CPM ഒക്കെ അവിടെ അപ്രത്യക്ഷമായി. അപ്പോൾ ഇവിടെ തൃണമൂൽ കോൺഗ്രസിനോട് എതിരിടാൻ പറ്റിയത് BJP മാത്രമാണ്. BJP അവരോടൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ 2026 BJP ബംഗാൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനമാണ്. ഒപ്പം കേരളത്തിലും ബീഹാറിൻ്റെതായിട്ടുള്ള അനുരണനങ്ങൾ ഉണ്ടാകും. അതാണ് കേരളത്തിലടക്കം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഒരു 2-2.5 മാസങ്ങൾക്ക് മുൻപ് അമിത്ഷാ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. 2026 BJP കേരളം ഭരിക്കും എന്ന്. അമിത്ഷാ ആയതുകൊണ്ട് നിസാരമായിട്ട് കളയരുത്, കാര്യമായിട്ട് തന്നെ എടുക്കണം. അതിനോടൊപ്പം പ്രധാനമന്ത്രി പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റും കൂടെ ബന്ധപ്പെടുത്തണം. കേരളത്തിലടക്കം ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ഊർജമാകും എന്നുള്ളത്. ഇത് രണ്ടും കൂട്ടി വായിക്കേണ്ടതാണ്. 26 കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളും രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയാൻ പോകുന്നു. അതിൻ്റെ തുടക്കം സെമി ഫൈനലായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ ഉണ്ടാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.